ഹായ് ഫ്രണ്ട്സ്, റഷ്യയിലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അതിൽ ആദ്യം പരിചയപ്പെടുത്തുന്നത് ബസ്സാണ്. ആപ്തോബുസ് എന്നാണ് ഇതിനിവിടെ പറയുന്നത്. ഓരോ ബസ്സുകൾക്കും ഓരോ നമ്പറാണ്. അപ്പോൾ നമുക്ക് ഏത് ലൊക്കേഷനിലേക്കാണോ പോകേണ്ടത്, യാൻഡെക്സ് മാപ്പിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് അവൈലബിൾ ആയിട്ടുള്ള ബസ്സിൻ്റെ നമ്പറെല്ലാം കാണിക്കും. നമുക്ക് ബാങ്ക് കാർഡ് അല്ലെങ്കിൽ മെട്രോ കാർഡ് സ്വൈപ്പ് ചെയ്യാം. ഞാൻ മെട്രോ കാർഡാണ് സ്വൈപ്പ് ചെയ്യുന്നത്. എൻ്റെ കയ്യിലുള്ളത് ട്രോയിക്ക എന്ന് പറയുന്ന കാർഡാണ്. അത് നമുക്ക് ബസ്സിലും മെട്രോയിലും ട്രാമിലും എല്ലാം യൂസ് ചെയ്യാം. ഒരു റൈഡിന് 57 റൂബിൾസ് ആണ്. നമുക്ക് ഏത് സ്റ്റോപ്പ് വരെ വേണമെങ്കിലും യാത്ര ചെയ്യാം. ഓരോ സ്റ്റോപ്പ് എത്തുമ്പോഴും അത് ഏത് സ്റ്റോപ്പാണെന്നും അടുത്ത സ്റ്റോപ്പ് ഏതാണെന്നും അനൗൺസ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഡിസ്പ്ലേയിലും കാണിക്കുന്നുണ്ട്. പക്ഷേ ഡിസ്പ്ലേയിൽ കാണിക്കുന്നത് റഷ്യൻ ലാംഗ്വേജിലാണ്. പിന്നെ ഇവിടെ എല്ലാം ഇലക്ട്രിക് ബസ്സാണ് കേട്ടോ. 2018 മോസ്കോയിൽ ഇലക്ട്രിക് ബസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം കുറച്ചുകൂടി എക്കണോമിക് ഫ്രണ്ട്ലി ആയി മാറി. ഇപ്പോൾ ഏകദേശം 2100ഓളം ഇലക്ട്രിക് ബസ് 130ഓളം റൂട്ടുകളിലായിട്ട് സർവീസ് നടത്തുന്നുണ്ട്. ഈ ബസ്സുകളെല്ലാം റഷ്യയിൽ തന്നെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. പിന്നെ ഈ ബസ്സിലെ യാത്രയൊക്കെ വളരെ കംഫർട്ടബിൾ ആണ് കേട്ടോ. എപ്പോഴും ബസ് ഉള്ളത് കൊണ്ട് തന്നെ തിരക്കൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല. പിന്നെ രാവിലെയും വൈകുന്നേരമാണ് കുറച്ച് ക്രൗഡ് ഉണ്ടാവുന്നത്. പിന്നെ ഞാൻ ആദ്യം യാൻഡെക്സ് മാപ്പ് എന്ന് പറഞ്ഞിരുന്നു. ഗൂഗിൾ മാപ്പ് ഇവിടെ വർക്കാവില്ല. അതിന് പകരം യൂസ് ചെയ്യുന്നതാണ് യാൻഡെക്സ് മാപ്പ്.